പങ്കജം, എടീ പങ്കജം, ഇങ്ങോട്ട് ഇറങ്ങി വാടി. പങ്കജം, എന്താണ്? ഇങ്ങോട്ട് വാടി. എടി കണ്ടോന്റെ വീട്ടിലൊക്കെ തെണ്ടി നടന്നാലേ എനിക്ക് തിന്നാനുള്ള ആരെടുത്ത് തരുമോടി? അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഹാരം എടുത്ത് വെച്ചിട്ട് പോണോന്ന്. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, നീ വീട്ടിലോട്ട് വാ, ബാക്കി അവിടെ തരാം. മണിയാ, നിന്നെ തന്നെ ഇങ്ങോട്ടൊന്ന് വന്നാണ്. പാടാ അവിടെ പരമനാറി. നാണം ഉണ്ടോടാ നിനക്ക്? ആടാ പറഞ്ഞവൻ എവനെങ്കിലും തന്റെ പെമ്പറന്ന റോഡിലിട്ട് ഇങ്ങനെ പെരുമാറോടാ. വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുന്ന പട്ടിയെ തല്ലിയ അത് കടിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ അപരാധം. വെള്ളം അടിച്ചിട്ടുണ്ടോടാ നീ? ഉണ്ടോന്ന് ഇനി മേലെ വെള്ളം അടിച്ചുകൊണ്ടെങ്ങനെ ഈ കോളനി വന്ന് കയറിയ നീ എന്നിട്ട് മയിൽ വാഹനം കൂടെ അത്തോട്ട് ചെന്ന് കിടക്കും. ഇഡിയറ്റ്. മനസ്സിലായടാ ചേരപ്പേ? എടാ വീട്ടിലെ പ്രശ്നം വീട്ടിൽ വെച്ച് തീർക്കണം, റോട്ടി വെച്ചല്ല. ഇറങ്ങി പോടാ പരിപാടി ചെയ്യുന്നു. എന്താ രാവിലെ തൊട്ട് വെള്ളത്തിലാണ് സാർ. മനുഷ്യന്റെ സ്വൈരം എടുത്ത. അതെ അതെ. അല്ല മാലതി, നീ യോഗ എന്ന് പറഞ്ഞ് കുറെ നാള് നടുവളച്ചല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഈ അഡ്വാൻസ് കോഴ്സ്? എന്റെ കൃഷ്ണ, ഇത് വെറും യോഗയല്ല, ഹംസയോഗയുടെ. ഹംസയോഗ മോളെന്നുള്ളത് നല്ല പ്രായമെത്തി. അവളുടെ മൂത്ത മോളുടെ എൻഗേജ്മെന്റും കഴിഞ്ഞു. നമുക്കിനി യോഗയുടെ വല്ല ആവശ്യമുണ്ടോ മാലതി? ഇനിയുള്ളതെല്ലാം ഒരു യോഗമാണെന്ന് കരുതിയാ പോരെ? 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ എടുത്ത് ചൂടാക്കാൻ ആ പങ്കജത്തിനോട് പറഞ്ഞാലേ. അതിനൊന്നും ആരുടെയും സഹായം വേണ്ട. വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എല്ലാം ആയെന്നാ. എത്തിയിട്ട് വിളിക്കാം. ആ നേരം കളയണ്ട. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഓൺ ടൈമാ. പിക്ക് ചെയ്യാൻ എയർപോർട്ടിന്റെ പുറത്ത് മോളുണ്ടാവും. ശരി. എയർപോർട്ടിലേക്കാ, ഞാൻ പിന്നെ വിളിക്കാം. Captain. അണ്ണാ കൊണ്ടാട്ടി ഊർക്ക് പോയാച്ച്. So let us celebrate, big boy. Get me liberated, wild boy. പകലടിക്കണം കള്ള്. ഏത്? അണ്ണന്റെ ഇഷ്ടം. പിന്നെ ഒരു കേസുണ്ട്. ഒരു കുഴപ്പമില്ല. ഡിസ്ട്രിക്ട് കോർട്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചിട്ട് പോവാം. എനിക്കറിയാവുന്ന 3 വക്കീലന്മാരുണ്ട്. ബാറിൽ നിന്ന് അടിച്ചിട്ട് ബാറിലേക്ക് പോകുന്നവർ. പേരൊന്നും ഞാൻ ചോദിച്ചാൽ പറയില്ല, എത്ര ചോദിച്ചാലും പറയില്ല. അണ്ണാ ഇത് ആ കേസല്ല, പീസ്. ക്യാപ്റ്റൻ ആദ്യം കേസ് എന്ന് പറഞ്ഞു, ഇപ്പൊ പീസ് എന്ന് പറയുന്നു. രണ്ടിലേതെങ്കിലും ഒന്നിൽ ഓറ. എനിക്കിന്റെ സബ് ടൈറ്റിൽ ഒന്നും അറിയത്തില്ല. ഡോ ഒരു പെണ്ണും പിള്ള മാലതി ഇല്ലാത്തപ്പോ വീട്ടിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെ തെളിച്ചു പറ, എന്നാലല്ലേ. ക്യാപ്റ്റന്റെ കൈ പ്രൊട്ടക്ഷൻ ഉണ്ടോ? എടോ ഇതുപോലെ സംസാരിക്കുന്നതിന് എന്തിനാണോ പ്രൊട്ടക്ഷൻ? താൻ എവിടുത്തുകാരൻ? ഞാൻ പത്തനംതിട്ടക്കാരനാ. അത് കളാ. ഏതായാലും സേഫ്റ്റിക്ക് 1-2 വാങ്ങിക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന പാവം മനുഷ്യരല്ലേ സാർ? എന്തായാലും സ്ട്രേറ്റ് ടു കോശീസ്. ജോൺസന്റെ തൃക്കൈയിൽ നിന്ന് ഒരു 3 എണ്ണം വീതം വലത്ത് കയ്യിൽ വാങ്ങി അടിക്കണം. അല്ലേ വേണ്ട. യാ.